പഴയ വീടുകൾ പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ പുതുക്കിപ്പണിയുന്ന തിരക്കിലാണ് എല്ലാവരും. എന്നാൽ കൊച്ചി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് പഴമയുടെ പ്രൗഢി വിളിച്ചോതി തലയെടുപ്പോട് നിൽക്കുന്ന ഒരു വീടുണ്ട്. 100 വർഷം പഴക്കമുള്ള പുരുഷോത്തമ കമ്പത്തിൻ്റെ വീടിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാന ആകർഷണമാണ് ഈ വീട്. അതായത് പഴമയുടെ പ്രൗഢി അതേപോലെ വിളിച്ചോതുന്ന ഒരു വീടാണ്. എനിക്ക് തോന്നുന്നു ഒരു നൂറ്റാണ്ടോളം പഴക്കം ഈ വീടിനുണ്ടെന്നാണ് അറിഞ്ഞു കേട്ടത്. ഇതിപ്പോൾ ഏകദേശം 115-120 വർഷം പഴക്കമുള്ള വീടാണ്. അന്ന് ഇതിൽ വേറൊരു സവിശേഷത എടുത്തു പറയേണ്ടത്, അന്ന് രാജഭരണമുള്ള അന്ന് രാജാവ് വന്നിട്ടാണ് ഇത് വീടിന് കല്ലിട്ടത്. അങ്ങനെ കുറേ പ്രാധാന്യങ്ങളുണ്ട്. പിന്നെ വീടിൻ്റെ ഓട് ഒക്കെ 800-850 വർഷം അത്രയും പഴക്കമുള്ള ഓടുകൾ വരെയുണ്ട്. പിന്നെ മെയിൻ്റനൻസ് ചെയ്യാറുണ്ട്. നല്ല തണുപ്പാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ചൂടിൻ്റെ അവസ്ഥ എല്ലായിടത്തും നമുക്കറിയാം. ഒരു AC ഇല്ലാത്ത വീടാണിത്. ACയുടെ ആവശ്യമില്ല. ശരിക്കും നല്ല കുളിർമയാണ് താമസിക്കാനും. ശരിക്കും വാതിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇടിവെട്ടിയാൽ പോലും അറിയുന്നില്ല. അത്രയ്ക്ക് സുരക്ഷിതവും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇതാണ്. ചെങ്കല്ലാണ്, കരിങ്കല്ലല്ല, വെട്ടുകല്ല് എന്നൊക്കെ പറയും. പഴയ നല്ല മൂത്ത കല്ലുകളാണ്, നമുക്ക് കണ്ടറിയാം. നല്ല പിന്നെ അതിന് സിമെൻ്റല്ല ഉപയോഗിച്ചിരിക്കുന്നത്, കുമ്മായമാണ്. പണ്ട് കാലത്ത് സുറുക്കി എന്നൊക്കെ പറയും. കുമ്മായം ഉപയോഗിച്ചുള്ള പണികളാണ്. അപ്പോൾ അത് പറയുന്നത് കുമ്മായവും സിമെൻറ്റും തമ്മിൽ കേട്ടിട്ടുള്ള, എനിക്ക് അത്രയും അറിയില്ല. എന്നാലും ഞാൻ കേട്ടിടത്തോളം ഈ കുമ്മായം കൊണ്ട് പൂശിക്കഴിഞ്ഞാൽ എയർ സർക്കുലേഷൻ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. സിമെൻറ്റ് പോലെയല്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് കുമ്മായം കിട്ടാനുള്ള, പക്ഷേ ഇന്ന് ഞങ്ങൾ എന്തെങ്കിലും വർക്ക് വരുമ്പോൾ വീടിൻ്റെ സംബന്ധിച്ച് കുമ്മായം തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രണ്ട് കുറച്ച് ഭാഗം മാത്രം സിമെൻറ്റ് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓൾട്രേഷൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? അല്ല, ഓട് ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്, ഇളക്കി മെയ്യാറുണ്ട്. അതല്ലാതെ പുതിയതായിട്ട് എന്തെങ്കിലും പണ്ട് തൊട്ടേ ഇങ്ങനെ ആയിരുന്നോ? അതെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അത് വേറെ പഴയ തച്ച് അനുസരിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യണം. തുളസിയും അതേമാതിരി പഴയ ഈ പറഞ്ഞ തുളസിയും 120 വർഷം പഴക്കമുള്ള ഒന്നും ചെയ്തിട്ടില്ല. അതങ്ങനെ തുടർന്നു കൊണ്ടുപോകണം. ഒരു AC ഒന്നും വേണ്ട, വേനൽക്കാലത്ത് സുഖമാണ്. വേണ്ട. പിന്നെ ഇത്തരം മരങ്ങളുള്ളതാണ്. പിന്നെ ഓടിട്ട് മച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ചൂടില്ല എന്ന് തന്നെ പറയാം. ACയുടെ അത്രയും തന്നെ നാച്ചുറൽ AC എന്ന് പറയാം. നല്ല വലിപ്പമൊക്കെ ഉള്ള മുറികളാണ്. എന്തായിരുന്നു ഈ മുറികൾ? അതായത് ഒരു റൂമിനോട് ചേർന്നിട്ട് ഇങ്ങനെ ഒരു മുറി. പണ്ടത്തെ കാലത്ത് ഇത് ചായപ്പ് മെയിൻ പൂജാമുറി, പിന്നെ മെയിൻ ബെഡ്റൂംസ്, അത് കഴിഞ്ഞാൽ അടുക്കള, പിന്നെ ചായ്പ് എന്നുള്ള പേര് പണ്ട് ഉപയോഗിച്ചിരുന്ന ഭാഷയുണ്ട്. ചായ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ചാർത്ത്. അതിൽ ബാക്കിയുള്ള മറ്റേ അലമാര അതുമാതിരിയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ, പിന്നെ തുണികൾ ഒക്കെ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അതൊക്കെ അതേമാതിരി മെയിൻറ്റെയിൻ ചെയ്യണം. നേരത്തെ ഉള്ളത് ഒന്നും ചേഞ്ച് ചെയ്ത് എടുത്തിട്ടില്ല. ഇത് കർണത്തുള എന്ന് പറയും. ഇത് കണ്ടോ, കർണത്തുള എന്ന് പറയും. വാസ്തു സംബന്ധമായ അത് ആ വീടിൻ്റെ തെക്ക് വടക്കായിട്ട് ഹോളാണത്. അതിൽ നിന്നും അങ്ങേ അറ്റത്തുനിന്ന് നോക്കി അറ്റം കാണാം. അത്ര കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ശരിക്കും അതിനെപ്പറ്റി പറയുന്നത്, എല്ലാ വാതിലും അടച്ചാലും വായുസഞ്ചാരത്തിന് വേണ്ടിയാണ്. പക്ഷേ വേറൊരിത് പറഞ്ഞത്, പല ഭൂകമ്പത്തെ പോലും അതിജീവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആ ചെറിയ ഹോള്. ശാസ്ത്രീയമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷെ അത് പഴയ വീടുകളിലാണ് ഇതുള്ളത്. ഇപ്പം ആരും ചെയ്യാറില്ല. അത് അങ്ങേറ്റം വരെ ഉണ്ട്. ഈ അറ്റത്തുനിന്ന് തുടങ്ങി ആ ഹോള് ഇത് കണ്ടില്ലേ, നേർരേഖയാണ്. ആ അറ്റത്തെ ഹോളിൽ നിന്ന് നോക്കി നമുക്ക് അങ്ങേയറ്റം കാണാം. പിന്നെ ഇത് പൂജാമുറിയാണ്. വൈകിട്ടാകുമ്പോൾ കംപ്ലീറ്റ് വിളക്ക് കത്തിച്ച് കഴിക്കാം. ഇത് ദശാവതാരം, ഈ കൊത്തി വെച്ചിരിക്കുന്ന മത്സ്യകൂർമ്മ 10 ദശാവതാരങ്ങൾ. മുകളിൽ അഷ്ടലക്ഷ്മി, പിന്നെ തിരുപതി, വെങ്കടാചലപതിയുടെ ഇതാണ് തിരുപതി. ശരിക്കും ഒരു പൂജ, ഒരു അമ്പലത്തിൻ്റെ ഒക്കെ ആ ഒരു പ്രതീതി, തൂക്കവിളക്കും കാര്യങ്ങളും. അതിൽ താമര സഹസ്രതമം. സാധാരണ പൂജാമുറികളിലൊന്നും ഇങ്ങനെ കാണാറില്ല. 115-120 വർഷം പഴക്കമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീട് വയ്ക്കുക എന്നുള്ള ഒരു ചാലഞ്ച് പോലെ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ?
അന്നെന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ ജാതി വീടുകളാണല്ലോ അന്നെന്ന് പറഞ്ഞാൽ പഴയ ആ തറവാടെന്ന് പറയും പഴയ 8 കെട്ട് 4 കെട്ട് പോലെയൊക്കെയാണല്ലോ. അപ്പോൾ അന്നത്തെ ആൾക്കാർ അത് ഇത്രയും നല്ല രീതിയിൽ പണിതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി സഹായകരമായി. അത് നിലനിർത്തി കൊണ്ടുപോകാനും നല്ല ഉറപ്പുള്ള ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അന്ന് പൈലിംഗ് ഒന്നും ഇല്ലെങ്കിലും ഇത്ര ഉറപ്പോട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ തറ നോക്കുകയാണെന്നുണ്ടെങ്കിലും എത്രയോ ഉയരമുണ്ട്. സാധാരണ വീടുകൾക്ക് ഇത്ര ഉയരം കാണാറില്ല. അതെ അതെ അതെ. അപ്പോൾ അതായത് അടിത്തറയും അതിനോടൊപ്പം തന്നെ നല്ല സ്ട്രോങ് ആയിട്ടായിരിക്കുമല്ലോ അതെ അതെ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഇത്ര വലിയൊരു ഇതാകുമ്പോൾ അച്ഛനെയും അപ്പനൊക്കെ ഈ പാലസ് രാജക്കന്മാരായിട്ട് ബന്ധങ്ങളുണ്ടായിരുന്നു. പഴയെന്ന് പറഞ്ഞാൽ പൊക്കം കുറഞ്ഞ വീടുകളാണ്. വീടുകളെന്ന് പറഞ്ഞാൽ വളരെ പൊക്കം കുറവായിരിക്കും. അന്നത്തെ കാലത്ത് പണിത വീട് ഇത്രയും പൊക്കം. അപ്പം ആ രാജഭരണം അവരായിട്ടുള്ള ആ ഒരു പാലസിന്റെ ചെറിയ ലുക്ക് വരുന്നുണ്ട്. ഇതിലായിരിക്കും ചെയ്തത്. അതെ, ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഭാഗമാണെന്നുണ്ടെങ്കിൽ ആ പുറകിലുള്ള ആ ഒരു ഗ്ലാസിന്റെ ഇതാണ് വർക്ക് കംപ്ലീറ്റ് പാലസിന്റെ വർക്കാണ്. ആ ഫ്രണ്ട് കാണുന്നില്ല, കംപ്ലീറ്റ് ആ ഒരു ഗ്രില്ല് മാതിരി അത് പാലസിൽ മറ്റേ ഗ്ലാസും ഒക്കെ മൊത്തം പഴയ വർക്കാണത്. പഴയ വർക്ക് നമ്മള് സിനിമകളിലാണെന്നുണ്ടെങ്കിലും വലിയ കൊട്ടാരങ്ങളിലൊക്കെയാണ് ഇങ്ങനെ ഒരു ഇത് കാണാറ്. എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പഴയ ഒരു ഓടിട്ട വീട് പോലും കാണാനില്ല, അപ്പോൾ എപ്പോഴെങ്കിലും ഇതൊന്ന് മാറ്റിക്കളയാം അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടോ? ഇല്ല, മാറ്റണമെന്നുള്ള തോന്നൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ചെയ്യാറ് മെയിൻ്റനൻസ് ആയിട്ട് വരുമ്പോൾ? മെയിൻ വരുന്ന ഓട് പണിയാണ്. ഓട് ഇളക്കി മെയ്യേണ്ടി വരും. ചിലപ്പോൾ പട്ടിക അതുമാതിരി എന്തെങ്കിലും കേടുപാട് വന്നിട്ടുണ്ടെങ്കിൽ അതങ്ങ് മാറ്റും. അത് മരത്തിൻ്റെ തന്നെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും. മറ്റേതാകുമ്പോൾ മെറ്റലാകുമ്പോൾ അതിന് ചൂടെടുക്കും, വെയിൽ കൊള്ളുമ്പോൾ ചൂടാവും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇത്രയും പൈസ ചിലവാക്കുകയാണല്ലോ, മറ്റേ ഇപ്പോൾ കിട്ടുമല്ലോ നമുക്ക് മെറ്റൽ കൊണ്ടുള്ള ഒത്തിരി സ്റ്റീലിൻ്റെ ഇതൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ചൂടാവുമല്ലോ ഇങ്ങനെ വന്നാലും. അതൊക്കെ പഴയ പട്ടിക മരം കൊണ്ടുള്ളത് തന്നെ, ഒന്നും ചേഞ്ചസ് വരുത്തില്ല. കിട്ടാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ചിലപ്പോൾ തടി എടുക്കേണ്ടി വരും നമ്മുടെ ആവശ്യത്തിന്. ചെറിയ തടി എടുത്തിട്ട് അർപ്പിക്കുക. ആരാണ് മെയിൻ്റനൻസ്? ആരൊക്കെയാണ്? അല്ല, പഴയ പണിക്കാർ തപ്പിക്കൊണ്ടുവരും. ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ വള എന്തെങ്കിലും ഒരു മാറ്റേണ്ടി വന്നാൽ ഇപ്പോഴത്തെ പണിക്കാർക്ക് അറിയില്ല. കംപ്ലീറ്റ് ലോക്കിംഗ് സിസ്റ്റമാണ്. പിന്നെ മരം കൊണ്ടുള്ള ആണി തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് സാധാരണ ആണി ഉപയോഗിച്ചിട്ടുണ്ട്. മരം കൊണ്ട് അടയ്ക്കാമരത്തിൻ്റെ ആണിയെന്നാണ്, എണ്ണയിലിട്ട് അടിച്ചിറക്കുകയാണ്. അപ്പോൾ അത് ഊരിയെടുക്കാനൊക്കെ പണിയാണ്. പിന്നെ അതേമാതിരി ലോക്കിംഗ് ആണ്. വളയെന്ന് പറയും. ഈ കഴുക്കോല് തമ്മിലുള്ള അതിൻ്റെ ഇടയ്ക്ക് കൂടി വളകളുണ്ട്. പിന്നെ മുകളിൽ ഈ കഴുക്കോലിങ്ങനെ ലോക്കാകുന്നൊരു സിസ്റ്റം ഉണ്ട്. അത് ഇപ്പോഴത്തെ പണിക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ പഴയ ആളെ തേടി കണ്ടുപിടിച്ച്. അതെ അതെ, പഴയ പണിക്കാർക്ക് അത് അറിയുള്ളൂ. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടോ അതോ ദൂരത്തൊന്ന് കൊണ്ടുവരുമോ? ഞങ്ങൾ കഴിഞ്ഞവണ കിഴക്കമ്പലം എന്ന സ്ഥലത്ത് ഒരു കാൽനൂരെ വിളിച്ചു കൊണ്ടുവന്നത്. ഒരു മൂലക്കിഴക്കോല് മാറേണ്ടി വന്നു. അത് മാറി പുതിയ പണിക്കാർ. പക്ഷേ ഇട്ടിട്ട് ലോക്കാകുന്നില്ല. എന്നിട്ട് അവിടെ നിന്നൊരു പഴയ പണിക്കാരനെ കൊണ്ടുവന്നിട്ട് അയാളാണ് കംപ്ലീറ്റ് ലോക്ക് വീണാൽ പിന്നെ അത് അനങ്ങത്തില്ല. ഒരു പാട് പോലും ഉണ്ടാവില്ല, അത്ര ഫിനിഷിംഗ് ആണ്. അതൊക്കെ അതേമാതിരി നിലനിർത്തി കൊണ്ടുപോകണം. ഇപ്പോൾ ഇവിടെ ഭൂരിഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മരങ്ങൾ കൊണ്ടുള്ളതാണ്. ഈട്ടിയൊക്കെയാണെന്ന് തോന്നുന്നല്ലേ? തേക്ക് കൂടുതലുണ്ട്. അപ്പൊ ആ മരങ്ങൾക്ക് എങ്ങനെയാണ് നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കുന്നത്? മരങ്ങൾ ഇന്നുവരെയും അധികം പട്ടിക പോലെയുള്ളത് മാറിയിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീട് ആക്കി എടുക്കാന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു പണിയാണല്ലേ? ആരും ഇതിലേക്ക് ഇറങ്ങുന്നില്ല ശരിക്കും. ഈ വീട് പണിയാൻ പൈസ ഉണ്ടെങ്കിൽ വേറെ 5 വീട് പണിയാം ശരിക്കും, കോൺക്രീറ്റ് ചെയ്തിട്ട്. പക്ഷേ ജീവിതം നമ്മളെ രണ്ടും രണ്ടാണ്. ഇതിൻ്റെ അകത്തുള്ള സുഖം വേറെ. മക്കളൊക്കെ എപ്പോഴേലും പറയാറുണ്ടോ ഈ വീട് നമുക്കൊന്ന് മാറ്റാം അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാം അങ്ങനെയൊന്നും പറയാറില്ല? ഇല്ല, അവരും ഇതായിട്ട് വളരെ യോജിച്ചു, പ്രകൃതിയോട്. കാലപ്പഴക്കവും രൂപകൽപ്പനയും മാത്രമല്ല ഈ വീടിൻ്റെ പ്രത്യേകത. വൻമരങ്ങൾ ചുറ്റുമതിൽ തീർത്തു നിൽക്കുന്ന ഈ വീട് മൺമറഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ കൂടിയാണ് പ്രതിനിധീകരിക്കുന്നത്.